ഹലോ ഓൾ, എല്ലാവർക്കും സുഖല്ലേ? മത്തി കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് തേങ്ങ അരച്ച് കറി വെക്കണേന്ന് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അരമുറി തേങ്ങ നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം തക്കാളി കട്ട് ചെയ്തത്, വലിയ തക്കാളിന്റെ പകുതിയാണ്, ചെറിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണെടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, കല്ലുപ്പ്, ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരയ്ക്കുന്നുണ്ട്, കാരണം തക്കാളിയിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരിക്കും. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് കറി വെക്കാൻ പോകുന്ന ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായി അരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ടോട്ടൽ ഒരു 3 കപ്പ് വെള്ളം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള കറി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ഒഴിക്കുക. ഇതും തിളച്ച് വരുമ്പോൾ ഒന്ന് വറ്റുകയും ചെയ്യും. ഓക്കേക്ക് 1 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 3 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. നമുക്കിതിനെ അടുപ്പത്തേക്ക് വെക്കാം. ഇതിലേക്ക് പുളിക്ക് വേണ്ടി ഒരു 3-4 കഷ്ണം പച്ചമാങ്ങ കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് 3/4 ഭാഗം മൂടി വെച്ചിട്ട് നമുക്കൊന്ന് 10 മിനിറ്റോളം കത്തിച്ചെടുക്കാം. ഓക്കെ, ഇടയ്ക്ക് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പതിഞ്ഞ് മുകളിലേക്ക് പോകും. പാലൊക്കെ തിളച്ച് പോണ പോലെ. അപ്പം അത് ശ്രദ്ധിക്കണം. ഇപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും ഒരു 5 മിനിറ്റും കൂടെ തിളക്കട്ടെ. ഇപ്പൊ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കുറച്ചും കൂടി നേരം മൂടി വെക്കാം. ടോട്ടൽ ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ഉപ്പും പുളിയും ഒക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് ഈ ടൈമിൽ നോക്കാം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് ഇത്തിരി കുറവാണ്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് എടുത്ത 10 മത്തിയുണ്ട്. അത് 2 പീസാക്കി കട്ട് ചെയ്തതാണ്. ഇത് നമുക്ക് ചെറിയ തീയില് ഒരു 10 മിനിറ്റ് കൂടെ ഇത് വേവിച്ചെടുക്കാം. ഉപ്പ് ഭയങ്കര കുറവായിരുന്നു. നമുക്കിനി നമ്മളുടെ മീൻകറി താളിക്കണ്ടേ. ചെറിയ പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളി ഇപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മുളകും പൊടി ഇട്ട് കൊടുക്കുക. അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നന്നായി ഒന്ന് ചുവറ്റി കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ കറിയുടെ കളറും കൂടും. ഇത് കാശ്മീരി ചില്ലി കേട്ടോ. കറിയുടെ കളറും കൂടും, ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും ഉണ്ടാവും. നമുക്കിനി നമ്മളുടെ കറിയിലേക്ക് ഇതൊന്ന് താളിപ്പിട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. പുളിയും ഉപ്പും എരിവും എല്ലാം പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇത് നാളത്തേക്ക് കുറച്ചും കൂടിയും ടേസ്റ്റ് കൂടും. ഇന്നും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പൊ നമുക്കിത് ചോറിന്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെയും പത്തിരിന്റെ കൂടെയും എല്ലാത്തിനും കൂടെ യൂസ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്തേക്കണേ. ബൈ.